ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. എൻ്റെ നിമിത്തം ആരെങ്കിലും തന്റെ ജീവനെ കളഞ്ഞാലോ അതിനെ രക്ഷിക്കും. ലൂക്കോസ് 9:24. ജീവിതം ഒരു യാത്രയാണ്, ശരിയല്ലേ? ഈ ജീവിതത്തിൽ നാം പലതരം ആളുകളെ കണ്ടുമുട്ടുന്നു. ചിലർ നമ്മെ സഹായിക്കുന്നു, ചിലർ നമ്മെ പഠിപ്പിക്കുന്നു, മറ്റു ചിലർ നമ്മെ വെറുതെ ചിരിപ്പിക്കുന്നു. ഓരോ വ്യക്തിയും ഈ യാത്രയിൽ ഓരോ അടയാളങ്ങൾ അവശേഷിപ്പിക്കുന്നു. പരാശ്രയം കൂടാതെ ജീവിക്കുവാൻ കഴിയുമെന്നാണ് മിക്കവരുടെയും ധാരണ. എന്നാൽ മറ്റുള്ളവരെ ആശ്രയിച്ച് മാത്രമേ ആർക്കും ഈ ലോകത്തിൽ ജീവിപ്പാൻ കഴിയൂ. നമ്മളൊരു സമൂഹത്തിലാണ് ജീവിക്കുന്നത്. പരസ്പരം സഹായിച്ചും സ്നേഹിച്ചും മുന്നോട്ട് പോകുമ്പോഴാണ് ജീവിതം കൂടുതൽ മനോഹരമാകുന്നത്. മറ്റുള്ളവരെ കൂടാതെ നമുക്ക് മാത്രമായി ഒരു ജീവിതം ഈ ഭൂമിയിൽ ഇല്ല എന്നത് മനസ്സിലാക്കുവാൻ കഴിയാത്ത അനേകർ ഇന്നുമുണ്ട്. മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണ്. ജീവിതയാത്രയിലും മറ്റുള്ളവരോടൊപ്പമാണ് നമുക്ക് യാത്ര ചെയ്യുവാൻ കഴിയുന്നത്. അപരർ കാരണമാണ് നാം ജീവിക്കുന്നത് എന്ന യാഥാർത്ഥ്യം ആരും ഒരിക്കലും വിസ്മരിക്കുവാൻ പാടില്ല. മറ്റുള്ളവർക്കായി ജീവിക്കുമ്പോൾ മാത്രമാണ് നാം യഥാർത്ഥമായി ജീവിക്കുന്നത്. മറ്റുള്ളവരെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുന്നത് പ്രയാസമേറിയ കാര്യമാണ്. എങ്കിലും അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ നാം ജീവിക്കുന്നവരാകുകയുള്ളൂ. സ്വാർത്ഥത ഏതു മനുഷ്യനെയും തകർക്കുന്നതാണ്. മറ്റുള്ളവർക്കായി ജീവിക്കാം, ജീവിതം ധന്യമാക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.